മാസപ്പടി കേസിൽ സിഎംആർഎല്ലിനും വീണ ടിക്കും തിരിച്ചടി. ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സിവിൽ നടപടികളുമായി മുന്നോട്ടു പോകാം. കൊച്ചിയിൽ യോഗം ചേർന്ന് ഇഡി ഡയറക്ടർ. ഹൈക്കോടതി വിധി നിയമവ്യവസ്ഥയുടെ വിജയമെന്ന് ഷോൺ ജോർജ്. നടന്നത് വൻ അഴിമതിയെന്ന് മാത്യു കുഴൽനാടൻ. വീണ ടിയെ ചോദ്യം ചെയ്യുന്നതിൽ കുഴപ്പമെന്താണെന്ന് എ കെ ബാലൻ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെയെന്നും സിപിഎം നേതാവ്. സിപിഎം നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് വിനോദിനി ബാലകൃഷ്ണൻ. മുതിർന്ന പിബി അംഗം ഫോൺ എടുക്കാറില്ല. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ല. പിണറായി വിജയൻ വിളിക്കാറുണ്ടെന്നും വിനോദിനി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 5 ജില്ലകളിൽ റെഡ് അലർട്ട്. മിഠായി തെരുവിൽ കടകളുടെ മേൽക്കൂര പറന്നുപോയി. എറണാകുളം ജില്ലയിൽ വെള്ളക്കെട്ട്. ஒரு புதிய அரசியலை, அடிப்படை கட்டமைப்பை மாற்றக்கூடிய அரசியலை உருவாக்க வேண்டும் என்கின்ற ஒரு எண்ணத்தோடு இன்னைக்கு ரொம்ப பண்போடு சொல்லிவிட்டு அதே இயக்கத்திலிருந்து வெளியே வருகின்றேன். இன்றிலிருந்து நம்முடைய ஒரு புதிய பாதை, ஒரு புதிய இயக்கம், ஒரு புதிய പൊളിറ്റിക്കൽ മൂവ്മെന്റ്. കെ അണ്ണാമലൈ ബിജെപി വിട്ടു. പുതിയ രാഷ്ട്രീയ സംഘടനയുമായി മുന്നോട്ടു പോകും. കർണാടകയിലെ ഡി കെ ശിവകുമാർ മന്ത്രിസഭയിൽ കലാപം. ജലവിഭവ മന്ത്രി രാജിവെച്ചു. ആലപ്പുഴ വണ്ടർഫാൾസ് വെള്ളച്ചാട്ടത്തിൽ ഉപയോഗിച്ചത് മലിനജലം. ജലത്തിന്റെ സാമ്പിളുകളിൽ വൻതോതിൽ കോളിഫോം ബാക്ടീരിയ. മനുഷ്യവിസർജ്യം ഭൂഗർഭജലത്തിൽ കലർന്നിട്ടുണ്ടെന്ന് ഗവേഷകർ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പാലക്കാട് പുതുനഗരം ഇസ്ലാമിക് ജിം വിവാദത്തിൽ വിശദീകരണവുമായി ഉടമ. എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക സമയമുണ്ടാകും. മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും നവാസ്.